ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആയിരടൻ ഷൗക്കത്ത് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇന്നത്തെ ദിവസം. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. PV അൻവർ അടക്കം കളത്തിലുണ്ട്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? തീർച്ചയായും എല്ലാ സ്ഥാനാർത്ഥികളും ആവുമ്പോഴല്ലേ നമുക്ക് ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ എല്ലാവരും രംഗത്തുണ്ടാവുമ്പോഴല്ലേ നമുക്കും തന്നെ ഒരു ആവേശമുണ്ട്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തുടങ്ങി. മാത്രമല്ല, സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് എനിക്ക് വളരെ മുന്നോട്ട് പോകാൻ സാധിച്ചു. പിന്നെ മാത്രമല്ല, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്. ഇതെല്ലാം വളരെ ആത്മവിശ്വാസം മാത്രമല്ല, ഒരു ഉറപ്പ് ജനങ്ങൾ തന്നുകൊണ്ടിരിക്കും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. ഞാൻ പറഞ്ഞു, ഇന്ന് ഞങ്ങൾ നിലമ്പൂരിലെ ഒന്നാമത്തെ ബൂത്ത് എന്ന് പറയുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവാണ്. തണ്ണിക്കടവ് സ്കൂളിലെ ബൂത്താണ്. ആ ബൂത്തിൻ്റെ ഒരു കൺവെൻഷനാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. 1-2 ബൂത്തുകൾ കൂടിയുള്ള ഒരു സംയുക്ത കൺവെൻഷനിൽ 1000-ലധികം ആളുകളാണ് പങ്കെടുക്കുന്നത്. ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം. സാധാരണക്കാർ, കർഷകർ, ആദിവാസികൾ, പിന്നെ നിഷ്പക്ഷമായ ആളുകൾ, അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ അധിക പിന്തുണക്കണം. 2026 പൊതു തെരഞ്ഞെടുപ്പിൽ ഇനി LDF ഒരിക്കലും അധികാരത്തിൽ വന്നുകൂടാ എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥാവിശേഷമുണ്ട്. അപ്പോഴും ഈ PV അൻവർ രംഗത്ത് വരുന്നതോടുകൂടി അത് UDFൻ്റെ ഒരു വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുമോ എന്നൊരു വിലയിരുത്തൽ പലരും നടത്തുന്നുണ്ട്. അത്തരം ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 9 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന ഒരു വ്യക്തി ഇവിടെ മത്സരിക്കുമ്പോൾ UDFൻ്റെ വോട്ടിൽ വിള്ളലുണ്ടാക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഒരു കാര്യം കൂടി, ഈ പല കാര്യങ്ങളിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ നിലമ്പൂരിലെ പാട്ടുത്സവത്തിൻ്റെ പേരിൽ കൊള്ളപ്പിരിവ് നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ താങ്കൾ ഒരിക്കൽ പോലും ഇതിനൊന്നും കൃത്യമായ മറുപടി നൽകുന്നില്ല. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സമയം പൂർണ്ണമായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ, വളരെ പോസിറ്റീവായിട്ടുള്ള. ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ. ആദിവാസികൾ 100-300 കുടുംബം ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാണ് കഴിഞ്ഞ 6 വർഷമായിട്ട്. 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടിട്ട് നിലമ്പൂരിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതം. മക്കളെ സ്കൂളിൽ രാവിലെ വിട്ടാൽ ഈ മലയോര മേഖലയിൽ ആദ്യമാണ് കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് മുതൽ അത് വലിയ പ്രശ്നമാണ്. പലരും മാതാപിതാക്കൾ വരാം. കാരണം വീട്ടിലാണ് കടുവ, വീട്ടിലേക്ക് പുലി വരിക, കാട്ടാൻ ആക്രമണം, ഒരു നിവൃത്തിയില്ല. മനുഷ്യന് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥാവിശേഷം ഇന്ന് ജനവാസ മേഖലയിൽ നിലനിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വലിയ ദാരുണമായ പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെയുള്ള പരിഹാരം കാണുക, ഇത് ചർച്ച ചെയ്യുക എന്നതാണ് എൻ്റെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി ആ വിവാദങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് പോകേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് വളരെ വ്യക്തമായി ഈ പറയുന്ന രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട തെരഞ്ഞെടുപ്പ്. ഒരു കാര്യം കൂടി, ഈ കവളപ്പാറ ദുരന്തത്തിലടക്കം ഈ LDF കൃത്യമായി ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്വരാജൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് PV അൻവർ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഈ LDFൻ്റെ ഭാഗമായിരുന്നു ഇരുവരും ഒന്നിച്ച്. അപ്പോൾ ഈ കവളപ്പാറ ദുരന്തത്തിലും മറ്റും ഇരുവരും അത്തരത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം താങ്കൾക്കുണ്ടോ? 100%. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, കവളപ്പാറ ദുരന്തം ഉണ്ടാകുന്നത് 2019 ആ കവളപ്പാറ ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഫ്ലഡിൽ, വെള്ളപ്പൊക്കത്തിൽ, അവിടെ ആ ചാലിയാർ പുഴക്കക്കരെ പോത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരിയിൽ ചാലിയാർ പുഴക്കക്കരെയുള്ള വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി, തണ്ടങ്കല്ല് തുടങ്ങിയ 4 കോളനികളിൽ നിങ്ങളൊന്ന് ഇപ്പോൾ പോയി നോക്ക്. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും 200-300ഓളം കുടുംബങ്ങൾ ഇപ്പോഴും നീല പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുക. കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവിൽ, വഴിക്കടവ് പഞ്ചായത്തിലെ അളക്കൽ, പുഞ്ചക്കൊല്ലി, ഒന്ന് നിങ്ങൾ പോണം അവിടെയൊക്കെ. എന്നിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് ഈ കഴിഞ്ഞ 2019 ഇവ നഷ്ടപ്പെട്ട, ഇപ്പോഴും അവർക്ക് ശൗചാലയമില്ല, കുടിവെള്ളമില്ല, പാർപ്പിടമില്ല, ഒന്നുമില്ലാതെ നേരത്തെ ഉണ്ടായിരുന്നതാണല്ലോ. UDF ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങൾ 2019 പ്രളയത്തിൽ നഷ്ടപ്പെട്ടിട്ട് അവരൊന്ന് പുനരധിവസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇനിയെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ട് ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ കബളിപ്പിക്കുന്നു? ഇതിനൊക്കെ മറുപടി പറയാനാണ് തയ്യാറാവേണ്ടത്. ആ മറുപടിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി
എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പുറകെ നടക്കാൻ ഞാനില്ല. എനിക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഇത്തരം കാര്യങ്ങളാണ് UDF-നും ചർച്ച ചെയ്യപ്പെടേണ്ടത്. മാത്രമല്ല ഈ പറയുന്ന ഈ അവരുണ്ടോ ഇരുന്നോ ഇല്ലേ എന്നതല്ലോ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല? അതിന് മറുപടി പറയട്ടെ. ഒറ്റ കാര്യം കൂടി, ഭൂരിപക്ഷം സംബന്ധിച്ച് എന്താണ് ഒരു കണക്കുകൂട്ടൽ? ഞാൻ പറഞ്ഞില്ല, ഭൂരിപക്ഷമൊന്നും എണ്ണുന്നതിന് മുമ്പ് കറക്റ്റ് തിട്ടപ്പെടുത്താൻ കഴിയുന്ന കാര്യമില്ലല്ലോ. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ UDF-ൻ്റെ വോട്ട് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്. സാധാരണക്കാർ, കർഷകർ, ദുരിതമനുഭവിക്കുന്ന ആളുകൾ, രാഷ്ട്രീയത്തിനതീതമായി LDF ഗവൺമെൻറ്റിനെതിരെയുള്ള വോട്ടുകൾ, നിലമ്പൂരിലെ ദുരിതപൂർണമായ അവസ്ഥ, അതിനെതിരെയുള്ള വോട്ടുകൾ, ആ വോട്ടുകളെല്ലാം നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഇതെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഉണ്ടാവുക. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കൂടി വേണ്ടിയുള്ളൊരു തെരഞ്ഞെടുപ്പ് വിധിയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ 9 വർഷമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ, അതിനു വേണ്ടി കൂടിയുള്ള ഒരു വിധിയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വലിയ ചരിത്രപരമായൊരു ഭൂരിപക്ഷം ഉണ്ടാവും. തൃക്കാക്കര നമ്മളത് കാണിച്ചു തന്നു, പുതുപ്പള്ളിയിൽ UDF അത് കാണിച്ചു തന്നു, പാലക്കാട് അത് കാണിച്ചു തന്നു. പിന്നെ അതിനപ്പുറത്ത് ഒരു ചരിത്ര വിജയം നിലമ്പൂരിലുണ്ട്. എന്തായാലും വിവാദങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്, നിലമ്പൂരിൻ്റെ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും UDF സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നുണ്ട്.